Hi everyone, welcome to the NEET biology topic. മക്കളെ നീറ്റ് എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള കണ്ടന്റിലേക്ക് ഞാൻ ഒരിക്കൽ കൂടി എല്ലാവരെയും വെൽക്കം ചെയ്യാണ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക്ക് ബയോടെക്നോളജിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ദാറ്റ് ഈസ് ജെൽ ഇലക്ട്രോഫോറസിസ്. ഇപ്പം നിങ്ങൾ കാണുന്ന സ്ലൈഡിൽ DNA ഐസൊലേറ്റ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അഥവാ ജെൽ ഇലക്ട്രോഫോറസിസ് വഴി സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന DNA ഫ്രാഗ്മെന്റ്സ് ആണ്. സോ ഇറ്റ് ഈസ് ദ വ്യൂ ഓഫ് DNA ഫ്രാഗ്മെന്റ്സ് ബൈ ജെൽ ഇലക്ട്രോഫോറസിസ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നാണ് പറയാൻ പോകുന്നത്. അപ്പം അതിനു മുമ്പായിട്ട് ആദ്യം ഈ ജെൽ ഇലക്ട്രോഫോറസിസിനെ കൊണ്ട് എന്താണ് ആവശ്യം എന്നും കൂടെ അറിയണ്ടേ. ടു സെപ്പറേറ്റ് ആൻഡ് ഐസൊലേറ്റ് DNA ഫ്രാഗ്മെന്റ്സ്. അപ്പോൾ DNA ഫ്രാഗ്മെന്റ്സിനെ സെപ്പറേറ്റ് ചെയ്യാനും ഐസൊലേറ്റ് ചെയ്യാനുമാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക, ജെൽ ഇലക്ട്രോഫോറസിസ് യൂസ് ചെയ്യുക. അപ്പോൾ ഈ ജെൽ ഇലക്ട്രോഫോറസിസിൽ എങ്ങനെയാണ് നമ്മൾ ചെയ്യുക, എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ നോക്കേണ്ടത്. അപ്പോൾ ഞാൻ ആദ്യം പറയാൻ പോകുന്നത്, നമ്മളൊരു സ്ലൈഡ് എടുക്കണം. ഗ്ലാസ് കൊണ്ടുള്ള നല്ല കട്ടിയുള്ള ഒരു സ്ലൈഡ് എടുത്തു. ആ സ്ലൈഡ് എടുത്ത് വെച്ച ശേഷം DNA നിക്ഷേപിക്കാനായിട്ട് സ്ലൈഡിൻ്റെ മുകളിൽ കുറച്ച് വെല്ല് വേണം, കുഴികൾ, കിണറുകൾ എന്നർത്ഥം വരുന്ന കുഴികൾ വേണം. അപ്പോൾ അതൊന്ന് നോക്കിയാലോ. നമ്മുടെ NCERTയിൽ ജെൽ ഇലക്ട്രോഫോറസിസിനെ കുറിച്ചുള്ള ഡയഗ്രാം ഒന്ന് കാണണ്ടേ. യെസ്, ദാറ്റ്സ് ഇറ്റ്. ഇതാണ് ജെൽ ഇലക്ട്രോഫോറസിസിൽ സ്ലൈഡ് എങ്ങനെയാണ് DNA സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ള ഡയഗ്രാമാണ്. അപ്പോൾ ഇതാണ് ആ സ്ലൈഡ്. അപ്പോൾ ഈ സ്ലൈഡിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഈ വെല്ല് ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഇതാണ് വെല്ല് ഓൾറെഡി നമ്മൾ റെഡിയാക്കി വെച്ചു. ഇതാണ് വെല്ല്. ഓക്കെ, അങ്ങനെ ഈ ഒരു വെല്ല് എന്തിനാ വെച്ചിരിക്കുന്നത്, DNA ഫ്രാഗ്മെന്റ്സ് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ DNA ഫ്രാഗ്മെന്റ്സ് വെക്കാനായിട്ടാണ് ഈ വെൽ. ഇനി നമ്മൾ ഈ സ്ലൈഡിൻ്റെ മുകളിലായിട്ട് എന്ത് ചെയ്യും എന്നറിയോ. ഈ സ്ലൈഡിൻ്റെ മുകളിലായിട്ട് ഒരു ജെല്ല് തേച്ച് പിടിപ്പിക്കും. അപ്പോൾ സാധാരണ എന്ത് ജെല്ലാണ് നമ്മൾ ഉപയോഗിക്കുക എന്നും കൂടി അറിയണം മക്കളെ. സാധാരണ ഇവിടെ ഉപയോഗിക്കുന്ന ജെല്ല് ഏതാ എന്ന് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. നമ്മൾ ഉപയോഗിക്കുന്ന ജെല്ലിൻ്റെ പേരാണ്, നോക്കൂ, അഗാറോസ് ജെൽ. എന്ത് ജെല്ല് നമ്മൾ ഉപയോഗിക്കുക, അഗാറോസ് ജെൽ. ഈ അഗാറോസ് ജെല്ലിൻ്റെ പ്രത്യേകത എന്താ, ഇത് കടലിൻ്റെ അടിത്തട്ടിലുള്ള അതല്ലെങ്കിൽ കടലിലെ കളകളായ സീവീഡ്സ് ആയ റെഡ് ആൽഗി ആയ ജെലീഡിയം ഗ്രാസ്ലേറിയയിൽ നിന്നാണ് ഈ ഒരു അഗാറോസ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുന്നത്. ഇപ്പം നാച്ചുറൽ പോളിമറാണ് മക്കളെ. ഈ അഗാറോസിനൊരു പെക്യുലാരിറ്റി ഉണ്ട്, എന്തിനേയും വലിച്ചെടുക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്, സേവിങ് ഇഫക്റ്റ്. അതാണ് അഗാറോസിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ വെല്ലിൽ നമ്മൾ DNA നിക്ഷേപിക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ അഗാറോസ് തേച്ച് പിടിപ്പിച്ച ശേഷം നമ്മൾ റെസ്ട്രിക്ഷൻ എൻസൈംസ് കൊണ്ട് കട്ട് ചെയ്ത ഫ്രാഗ്മെന്റ്സ് എടുക്കും. ആ ഫ്രാഗ്മെന്റ്സ് എടുത്ത് നമ്മൾ എവിടെ കൊണ്ടുപോയി നിക്ഷേപിക്കും, ഇവിടെ കൊണ്ടുപോയി നിക്ഷേപിക്കും. കണ്ട, DNA ഫ്രാഗ്മെന്റ്സ് നമ്മൾ ഇവിടെ കൊണ്ടുപോയി നിക്ഷേപിച്ചു. അതിനുശേഷം ഇതൊരു സാൾട്ട് ബ്രിഡ്ജിൻ്റെ ഉള്ളിൽ ഇറക്കി വെക്കും. അപ്പോൾ ഈ ഒരു സാൾട്ട് ബ്രിഡ്ജിൻ്റെ അകത്ത് 2 പോൾസ് ഉണ്ടാവും. ആ 2 പോൾസിൽ ഒന്ന് നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള കാത്തോഡും അതേപോലെ തന്നെ പോസിറ്റീവ്ലി ചാർജ് ആനോഡും ഉണ്ടാവും. അപ്പോൾ എവിടെയായിരിക്കും, ഇവിടെയായിരിക്കും നെഗറ്റീവ് പോൾ. കണ്ടോ, ഇവിടെയായിരിക്കും നെഗറ്റീവ് പോൾ, ഇവിടെയായിരിക്കും പോസിറ്റീവ് പോൾ. അപ്പോൾ അങ്ങനെ 2 പോൾസ് ഉണ്ടാവും. ഈ DNAയുടെ ഒരു പെക്യുലാരിറ്റി, DNA എപ്പോഴും നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിരിക്കും മക്കളെ. അതാദ്യം അറിഞ്ഞിരിക്കണം. DNA എപ്പോഴും നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിരിക്കും. DNA ഈസ് നെഗറ്റീവ്ലി ചാർജ്ഡ്. അപ്പം നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള DNA പോസിറ്റീവ് പോളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യും. അപ്പം ജെല്ല് ഉള്ളത് കൊണ്ട് ഈ ഒരു DNAയുടെ മൂവ്മെൻറ്റ് പെട്ടെന്ന് നടക്കും, അരിച്ചു മാറ്റും. അപ്പോൾ ഈ ഒരു കറണ്ടിൻ്റെ എഫക്റ്റിൽ നമ്മളൊരു സാൾട്ട് ബ്രിഡ്ജിലല്ലേ ഇറക്കി വെച്ചത്. അപ്പോൾ ആനോഡും ഉണ്ട് കാത്തോഡും ഉണ്ട്. അപ്പോൾ വെല്ലിലുള്ള DNA നെഗറ്റീവ്ലി ചാർജ്ഡ് ആയതുകൊണ്ട് പോസിറ്റീവ് ചാർജിലേക്ക് ആനോഡിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ആനോഡിലേക്ക് മൂവ് ചെയ്യുന്ന സ്റ്റെപ്സാണ് നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നത്. ഓക്കെ, അപ്പം എൻ്റെ DNA എൻ്റെ ഫാദറിൻ്റെ DNAയുമായിട്ട് കമ്പയർ ചെയ്യണം. അപ്പോൾ എൻ്റെ DNA ഐസൊലേറ്റ് ചെയ്ത ശേഷം ഫാദറിൻ്റെ DNAയും ഐസൊലേറ്റ് ചെയ്ത് രണ്ടും ഈ വെൽസിൽ വേണമെങ്കിൽ ഇടാം. എന്നിട്ട് നമ്മളെ കമ്പാരിസൺ നടത്തി നോക്കാം. അപ്പം കമ്പാരിസൺ നടത്തണമെന്നുണ്ടെങ്കിൽ DNA സെപ്പറേറ്റ് ചെയ്തെടുക്കണ്ടേ. DNA സെപ്പറേറ്റ് ചെയ്തിട്ടല്ലേ കമ്പാരിസൺ നടത്തുള്ളൂ. അപ്പോൾ അങ്ങനെ DNA ഇതാ
സെപ്പറേറ്റ് ചെയ്യാണ്. അഗാറോസ് ജെല്ലിൻ്റെ എഫക്റ്റ് വഴി DNA ഇതാ സെപ്പറേറ്റ് ചെയ്യാണ്. ഇങ്ങനെ DNA പോസിറ്റീവ് പോളിലേക്ക് മൂവ് ചെയ്യുന്നതനുസരിച്ച് പോസിറ്റീവ് പോളിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്യും. അപ്പം നിങ്ങൾക്ക് കാണാം വലിയ DNA അവിടെ തന്നെ നിൽക്കും, ചെറിയ ചെറിയ DNA ദൂരേക്ക് പോകും. ഓക്കെ, ലാർജർ DNA. ഇപ്പം ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇത് ലാർജർ DNA. ഈ ലാർജർ DNA അവിടെ തന്നെ നിൽക്കും. ഓക്കെ, അതേസമയം സ്മോളർ DNA എന്ന് പറയുന്നത് മക്കളെ, സ്മോളർ DNA എന്ന് പറയുന്നത് മക്കളെ ശ്രദ്ധിച്ചു കേൾക്കുക, സ്മോളർ DNA എന്ന് പറയുന്നത് ദൂരേക്ക് പോകും. അപ്പം സ്മോളർ ദ DNA ഫാർദർ ഇറ്റ് മൂവ്സ്. കണ്ട, സ്മോളർ ദ DNA ഫാർദർ ഇറ്റ് മൂവ്സ്. അപ്പം ഈ ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ഓർമ്മയിൽ വെക്കണം. അപ്പം ലാർജർ ദ DNA അവിടെ തന്നെ റീറ്റെയിൻ ചെയ്യും, സ്മോളർ ദ DNA ഫാർദർ ഇറ്റ് മൂവ് അപ്പാർട്സ്. ഇത് രണ്ടും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അങ്ങനെ DNA സെപ്പറേറ്റ് ചെയ്തു. ഈ DNA വിഷ്വലൈസ് ചെയ്യണ്ടേ? DNA വിഷ്വലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് സ്റ്റെയിൻ ചെയ്യണം. അങ്ങനെ സ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റെയിനെ കുറിച്ച് അറിയണ്ടേ? അപ്പോൾ DNA സ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സ്റ്റെയിനിൻ്റെ പേരും കൂടെ അറിയണം. അതാണ് എത്തിഡിയം ബ്രോമൈഡ്. DNA സ്റ്റെയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്നത് എത്തിഡിയം ബ്രോമൈഡ്. കണ്ട, ഈ എത്തിഡിയം ബ്രോമൈഡ് വെച്ചിട്ടാണ് DNA നമ്മൾ സ്റ്റെയിൻ ചെയ്യാം. അങ്ങനെ DNA നമ്മൾ സ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരിട്ട് കാണാനൊന്നും പറ്റൂല. പിന്നെ എന്ത് ചെയ്യണം? ഫോളോഡ് ബൈ UV റേഡിയേഷൻസ്. അപ്പോൾ UV റേഡിയേഷൻസും കൂടെ കൊടുത്താൽ മാത്രമേ, കണ്ടോ, UV ലൈറ്റും കൂടെ കൊടുത്താൽ മാത്രമേ അത് തിളങ്ങാൻ തുടങ്ങുള്ളൂ. അങ്ങനെ ഒരു ബ്രൈറ്റ് ഓറഞ്ച് കളറിൽ ഈ DNA ഫ്രാഗ്മെന്റ്സ് ഇങ്ങനെ തിളങ്ങാൻ തുടങ്ങും. അപ്പോൾ സെപ്പറേറ്റ് ചെയ്ത DNA നന്നായിട്ട് വിഷ്വലൈസ് ചെയ്യണമെങ്കിൽ അതിനെ സ്റ്റെയിൻ ചെയ്യണം. സ്റ്റെയിൻ ചെയ്യണമെങ്കിൽ എത്തിഡിയം ബ്രോമൈഡ് കൊടുക്കണം, ഫോളോഡ് ബൈ UV റേഡിയേഷൻസ്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ഒരു പെർട്ടിക്കുലർ DNA കിട്ടണം. അപ്പം നമുക്ക് കമ്പാരിസൺ നടത്തിയപ്പം ഒരു പെർട്ടിക്കുലർ DNAയിൽ ഒരു ഇമ്പോർട്ടൻസ് കണ്ടു. ആ DNA നമ്മൾ കട്ട് ചെയ്ത് പുറത്തെടുക്കണം. അപ്പോൾ ജെൽ പീസിൽ നിന്നും നമ്മളത് വേണമെങ്കിൽ കട്ട് ചെയ്ത് പുറത്തെടുക്കാം. അങ്ങനെ ജെൽ പീസിൽ നിന്നും ഒരു DNA, ഈ DNA നമ്മൾ കട്ട് ചെയ്ത് പുറത്തേക്ക് എടുക്കുകയാണ്. അങ്ങനെ ഈ DNA കട്ട് ചെയ്ത് പുറത്തേക്ക് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. നമ്മൾ ഫർദർ പ്രോസസ്സ് വേണ്ടിയിട്ട്, ഫർദർ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് പുറത്തേക്ക് എടുക്കാം. അങ്ങനെ കട്ട് ചെയ്ത് പുറത്തേക്ക് എടുക്കുന്ന പ്രോസസ്സിനെ നമ്മൾ എലൂഷൻ എന്ന് വിളിക്കും. അങ്ങനെ അഗാറോസ് ജെല്ലിൽ നിന്നും DNA കട്ട് ചെയ്ത് പുറത്തേക്ക് എടുക്കുന്നതിനെ നമ്മൾ എന്താ വിളിക്കുക? എലൂഷൻ. അപ്പോൾ ലാർജർ ആണെങ്കിൽ അവിടെ തന്നെ റീറ്റെയിൻ ചെയ്യും, സ്മോളർ ആണെങ്കിൽ ദൂരേക്ക് പോകും. ഈ ആ ജെൽ ഇലക്ട്രോഫോറസിസിൽ നമ്മൾ സാൾട്ട് ബ്രിഡ്ജിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒന്ന് നോക്ക്. ഇതാണ് ജെൽ ഇലക്ട്രോഫോറസിസ്. അപ്പോൾ ആ ജെൽ ഇലക്ട്രോഫോറസിസിൽ വെല്ല് നിങ്ങൾ കണ്ടു, DNA അവിടെയാണ് പ്ലേസ് ചെയ്യുന്നത്. മീഡിയം കണ്ടു, അഥവാ മെട്രിക്സ് എന്ന് വിളിക്കാം. അഗാറോസ് ജെല്ലല്ലേ ആ മെട്രിക്സ് എന്ന് പറയുന്നത്? യെസ്. കാത്തോഡും ആനോഡും നിങ്ങൾക്ക് കാണാം. ലാർജ് DNA, അതായത് DNA ഒരു മൈക്രോ പിപ്പറ്റ്, ഒരു ചെറിയ സിറിഞ്ചാണ് DNA ആ വെല്ലിലേക്ക് ഇൻസേർട്ട് ചെയ്തു. ലാർജ് DNA അവിടെ തന്നെ നിൽക്കും, സ്മോളർ DNA ദൂരേക്ക് പോകും. അപ്പം നമുക്ക് DNA സെപ്പറേറ്റ് ചെയ്യണം, ഐസൊലേറ്റ് ചെയ്തെടുക്കണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് മെത്തേഡാണ് അഗാറോസ് ജെൽ ഇലക്ട്രോഫോറസിസ്. ഓക്കെ, കമ്പാരിസന് വേണ്ടിയിട്ട്, മരുന്നിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെടിയിൽ നിന്നും DNA, അതല്ലെങ്കിൽ DNA സീക്വൻസിങ് പഠിക്കാൻ ഇതൊക്കെ ബേസാണ് ജെൽ ഇലക്ട്രോഫോറസിസ്. അങ്ങനെ DNA സീക്വൻസിങ് ആയിട്ടുള്ളതിൻ്റെ ഫോട്ടോഗ്രാഫും കൂടി നിങ്ങളൊന്ന് കാണണം. ഇതാണ് DNA നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്തിരിക്കുന്ന സീക്വൻസ്. ഇപ്പം ജെൽ ഇലക്ട്രോഫോറസിസ് വഴി സെപ്പറേറ്റ് ചെയ്ത് വരുന്ന DNA ബാൻഡ്സിനെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന എങ്ങനെയാണ്? പക്ഷെ സ്റ്റെയിൻ ചെയ്യുമ്പം ബ്രൈറ്റ് ഓറഞ്ച് കളറും UV റേഡിയേഷൻസ് കൊടുക്കുമ്പോഴാണ് കൃത്യമായിട്ട് കാണുന്നത്. ഓക്കെ, അപ്പോൾ അത് എങ്ങനെയാണ് എന്ന് ഒരിക്കൽ കൂടി നമുക്ക് നോക്കാം. DNA ഫ്രാഗ്മെന്റ്സ് സെപ്പറേറ്റ് ചെയ്യുന്ന ടെക്നിക്കിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ജെൽ ഇലക്ട്രോഫോറസിസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ DNA ഫ്രാഗ്മെന്റ്സ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്. അപ്പോൾ ദേ ക്യാൻ ബി സെപ്പറേറ്റഡ് ബൈ ഫോഴ്സിങ് ദം to move towards the anode under an electric field through a medium. കണ്ടോ, നമ്മൾ ഒരു ഇലക്ട്രിക് ഫീൽഡിൻ്റെ സഹായത്തോട് കൂടിയിട്ട്
നമ്മളിത് സെപ്പറേറ്റ് ചെയ്യും അണ്ടർ എ മെട്രിക്സ്. ആ മെട്രിക്സ് അഥവാ മീഡിയമാണ് ഇത് അഗാറോസ് മീഡിയം. അത്രയും ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ കേൾക്കേണ്ടത് ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന മീഡിയം ഏത്? ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ്, കണ്ട, ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് മെട്രിക്സ് ഇസ് അഗാറോസ് വിച്ച് ഇസ് എ നാച്ചുറൽ പോളിമർ എക്സ്ട്രാക്റ്റഡ് ഫ്രം സീവീഡ്സ്. കടലിലെ കളകളിൽ നിന്നും നമ്മൾ പുറത്തെടുക്കുന്നതാണ് മക്കളെ. അങ്ങനെയെങ്കിൽ നമ്മൾ ഇതും കൂടെ അറിയണം. DNA ഫ്രാഗ്മെന്റ്സ് ആർ സെപ്പറേറ്റഡ് അക്കോർഡിംഗ് ടു ദ സൈസ്. ഏറ്റവും കൂടുതൽ ഇംപൈബിഷണൽ കപ്പാസിറ്റി ഉള്ളതാണ് ആര്? നമ്മുടെ അഗാറോസ്. ത്രൂ സീവിങ് ഇഫക്റ്റ്, അരിച്ചു മാറ്റുന്ന, പ്രൊവൈഡഡ് ബൈ ദ അഗാറോസ് ജെൽ. ഹെൻസ് സ്മോളർ ദ ഫ്രാഗ്മെന്റ് സൈസ് ഫാർദർ ഇറ്റ് മൂവ്സ്. ചെറുതാവും തോറും ദൂരേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത DNA ഫ്രാഗ്മെന്റ്സ് ക്യാൻ ബി വിഷ്വലൈസ്ഡ് ഓൺലി ആഫ്റ്റർ, കാണാൻ പറ്റുന്ന എപ്പോഴാണ്? ഓൺലി ആഫ്റ്റർ സ്റ്റെയിനിങ് ദ DNA വിത്ത് എ കോമ്പൗണ്ട് നോൺ ആസ് എത്തിഡിയം ബ്രോമൈഡ് ഫോളോഡ് ബൈ എക്സ്പോഷർ ടു UV റേഡിയേഷൻ. അപ്പോൾ UV റേഡിയേഷൻ, UV റേസ് കിട്ടിയാൽ മാത്രമേ അത് തിളങ്ങുള്ളൂ. വീണ്ടും നോക്കുക, സെപ്പറേറ്റഡ് ബാൻഡ്സ് ഓഫ് DNA ആർ കട്ട് ഔട്ട് ഫ്രം ദ അഗാറോസ് ജെൽ, എന്നിട്ടോ എക്സ്ട്രാക്റ്റഡ് ഫ്രം ദ ജെൽ പീസ്. ഈ സ്റ്റെപ്പിനെയാണ് നമ്മൾ എലൂഷൻ എന്ന് വിളിക്കുന്നത്. ഈ സ്റ്റെപ്പിനെ നമ്മൾ എന്താ വിളിക്കുക? എലൂഷൻ. അപ്പോൾ ജെൽ ഇലക്ട്രോഫോറസിസിനെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ദിസ് ഇസ് ദ ഡയഗ്രാം. അതിൽ ലൈൻ 1 ശ്രദ്ധിക്കുക, അവിടെ അൺഡൈജസ്റ്റഡ് ആയിട്ടുള്ള DNA ആയിരിക്കും. ബാക്കി ലൈൻ 2 മുതലുള്ളത് ഡൈജസ്റ്റഡ് ആയിരിക്കും. കമ്പാരിസന് വേണ്ടിയിട്ടും നമുക്കിത് യൂസ് ചെയ്യാം. DNA കമ്പാരിസൺ, DNA എക്സ്ട്രാക്ഷൻ, DNA സെപ്പറേഷൻ എല്ലാം നമ്മൾ ജെൽ ഇലക്ട്രോഫോറസിസ് ആണ് യൂസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇതുമായി കണക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ. ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇതിൽ വരാൻ സാധ്യതയുണ്ട്? ഓക്കെ, ലെറ്റ്സ് ഗോ ഫോർ ദ ഫസ്റ്റ് വൺ. ആദ്യത്തെ ചോദ്യം തന്നെ നോക്കാം. DNA ഐസൊലേറ്റഡ് ബൈ restriction enzymes can be separated by the process of, okay, separated by the process of, ഏത് പ്രോസസ് വഴിയാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത്? ആൻഡ് ദാറ്റ് പ്രോസസ് ഇസ് നോൺ ആസ് ജെൽ ഇലക്ട്രോഫോറസിസ്. കണ്ട, DNA ഐസൊലേറ്റ് ചെയ്തത്, സെപ്പറേറ്റ് ചെയ്യുന്നത് ജെൽ ഇലക്ട്രോഫോറസിസ് വഴി. ഈ ജെൽ ഇലക്ട്രോഫോറസിസ് നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്നത് എന്ന് വേറൊരു ടൈപ്പ് ചോദ്യം നോക്ക്. സെപ്പറേഷൻ ഓഫ് DNA ഫ്രാഗ്മെന്റ്സ് അക്കോർഡിംഗ് ടു ദ സൈസ് അല്ലെങ്കിൽ ലെങ്ത്. അപ്പോൾ അതിന് സൈസ് അല്ലെങ്കിൽ ലെങ്ത്തിനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, ശരി, ഓക്കെ ആണോ? വീണ്ടും അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. DNA മോളിക്യൂൾസിൻ്റെ പ്രത്യേകത നോക്ക്. യൂഷ്വലി ഏത് ചാർജ് ആയിരിക്കും എന്നാണ് ചോദിക്കുന്നത്. നെഗറ്റീവ്ലി ആണോ പോസിറ്റീവ്ലി ചാർജ്ഡ് ആണോ? ഒരു സംശയമില്ല, DNA മോളിക്യൂൾസ് ആർ യൂഷ്വലി നെഗറ്റീവ്ലി ചാർജ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഏത് ചാർജാണെന്നും നിങ്ങൾക്ക് കണ്ടു. ഓക്കെ, അപ്പോൾ ഏത് ചാർജ് ആണെന്ന് ചോദിച്ചാൽ അത് നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്. ഇനി പറയാൻ ഒരു ബുദ്ധിമുട്ടുമില്ലല്ലോ. യെസ്, അങ്ങനെയാണെങ്കിൽ വീണ്ടും നോക്കുക അടുത്ത ക്വസ്റ്റ്യൻ. DNA ഫ്രാഗ്മെന്റ്സ് ജനറേറ്റഡ് ബൈ restriction endonuclease in a chemical reaction can be separated by electrophoresis വഴിയല്ലേ നമ്മളത് സെപ്പറേറ്റ് ചെയ്യുന്നത്? വൈ നോട്ട്? Again, let's move in another question. വേറെ ക്വസ്റ്റ്യൻ നോക്കുക. അഗാറോസ് എക്സ്ട്രാക്റ്റഡ് ഫ്രം സീവീഡ്സ്. അപ്പോൾ സീവീഡ്സിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്യുന്ന അഗാറോസ് നമ്മൾ ജെൽ ഇലക്ട്രോഫോറസിസിലല്ലേ യൂസ് ചെയ്യാം? യെസ്. വീണ്ടും നോക്കുക. വാട്ട് ഇസ് ദ ക്രൈറ്റീരിയ ഓഫ് DNA ഫ്രാഗ്മെന്റ്സ് മൂവ് ഓൺ അഗാറോസ് ജെൽ ഡ്യൂറിങ് ജെൽ ഇലക്ട്രോഫോറസിസ്? അപ്പോൾ എന്ത് ക്രൈറ്റീരിയ ആണ് DNA ഫ്രാഗ്മെന്റ്സിന് നമ്മൾ പറയാം? അപ്പോൾ ആ ക്രൈറ്റീരിയ ഒന്ന് നോക്ക്. ദ ലാർജർ ദ ഫ്രാഗ്മെന്റ് സൈസ് ദ ഫാർദർ ഇറ്റ് മൂവ്സ്. അത് തെറ്റല്ലേ? സൈസ് വലുതാവും തോറും ദൂരേക്ക് പോകുമോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ സ്മോളർ ദ ഫ്രാഗ്മെന്റ് സൈസ് ഫാർദർ ഇറ്റ് മൂവ്സ്. ഇതല്ലേ കറക്റ്റ്? സൈസ് ചെറുതാവും തോറും ദൂരേക്കല്ലേ പോവുക? പോസിറ്റീവ്ലി ചാർജ്ഡ് ഫ്രാഗ്മെന്റ്സ് ആണോ? അല്ല. നെഗറ്റീവ്ലി ചാർജ്ഡ് ഫ്രാഗ്മെന്റ്സ് ഡു നോട്ട് മൂവ്. അതുമല്ലല്ലോ. അപ്പോൾ ഏതാ കറക്റ്റ് ആൻസർ? സ്മോളർ ദ ഫ്രാഗ്മെന്റ് സൈസ് ഫാർദർ ഇറ്റ് മൂവ്സ്. വീണ്ടും നമ്മൾ മറ്റൊരു ചോദ്യത്തിലേക്ക് പോകാം. റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ എടുക്കാനാണ് പറയുന്നത്. നോക്കാം. ആദ്യത്തെ നോക്ക്. സ്റ്റേറ്റ്മെന്റ് എ കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് ബി. അപ്പോൾ രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ്സ് ഏതാ കറക്റ്റ് എന്നല്ലേ നമ്മൾ നോക്കേണ്ടത്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നോക്ക്. ഇൻ ജെൽ ഇലക്ട്രോഫോറസിസിൽ മോസ്റ്റ് കോമൺലി യൂസ്ഡ് മെട്രിക്സ് ഇസ് അഗാർ ആണ്. അത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അല്ലേ? യെസ്.
വീണ്ടും അടുത്ത് നോക്ക്, അടുത്ത സ്റ്റേറ്റ്മെന്റിൽ അഗാർ എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ പോളിമർ ആണ് എക്സ്ട്രാക്റ്റഡ് ഫ്രം സീവീഡ്സ്. അതും കറക്റ്റ് അല്ലേ? അപ്പൊ രണ്ട് സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് അല്ലേ? സ്റ്റേറ്റ്മെന്റ് എയും കറക്റ്റ് ആണ്, അതേപോലെ സ്റ്റേറ്റ്മെന്റ് ബിയും കറക്റ്റ് ആണ്. സോ ദ റൈറ്റ് ആൻസർ ഗോസ് ടു 1 is the right answer. ഒന്നാമത്തതല്ലേ മക്കളെ കറക്റ്റ് ആൻസർ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The DNA fragments separate on agarose gel can be visualized after staining with. എങ്ങനെയാ മക്കളെ? എന്ത് വെച്ചാ സ്റ്റെയിൻ ചെയ്യാം? എത്തിഡിയം ബ്രോമൈഡ് വെച്ചിട്ടല്ലേ സ്റ്റെയിൻ ചെയ്യാം? എത്തിഡിയം ബ്രോമൈഡ് വെച്ച് സ്റ്റെയിൻ ചെയ്താൽ മാത്രം പോരാ, ഫോളോഡ് ബൈ UV റേഡിയേഷൻസ് അല്ലേ? യെസ്, ദാറ്റ്സ് റൈറ്റ് വൺ. മക്കളെ ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കിയാലോ? ഓക്കെ, സെലക്ട് ദ കറക്റ്റ് ആൻസർ. അപ്പോൾ ഏതാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്നാണ്. restriction enzyme digestion are performed by incubating purified DNA molecules with restriction enzyme. Restriction enzymes വെച്ച് നമ്മളിതിനെ കട്ട് ചെയ്ത് ചെറിയ ഫ്രാഗ്മെന്റ്സ് ആക്കി at optimal condition for the specific enzyme. അപ്പോൾ അത് കറക്റ്റ് അല്ലേ? റെസ്ട്രിക്ഷൻ എൻസൈംസ് അല്ലേ ഇതിനെ കട്ട് ചെയ്തെടുക്കുന്നത്? യെസ്. അടുത്ത സെന്റൻസ് നോക്ക്. agarose gel electrophoresis is employed to check the progression of restriction enzyme digestion. ആ ഡൈജസ്റ്റ് ചെയ്ത ഫ്രാഗ്മെന്റ്സിനെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യാനായിട്ട് ജെൽ ഇലക്ട്രോഫോറസിസ് വഴിയല്ലേ ചെയ്യാം. അപ്പം ഓൺലി എ ആണോ കറക്റ്റ്, അതോ രണ്ടും കറക്റ്റ് ആണോ? ഒരു കൺഫ്യൂഷനും വേണ്ട, ബോത്ത് ആർ കറക്റ്റ്. രണ്ടും കറക്റ്റ് അല്ലേ? യെസ്. ഇനി നമ്മൾ കേൾക്കേണ്ടത് ഈ അഗാറോസ് ജെൽ ഇലക്ട്രോഫോറസിസ് എന്ന് വിളിക്കുന്ന ഈ ഒരു ജെൽ ഇലക്ട്രോഫോറസിസിന് നമ്മൾ NCERT ഇല്ലാത്ത ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, ആ ജെൽ ഇലക്ട്രോഫോറസിസിന് നമ്മൾ കൊടുക്കുന്ന ടേം നോക്ക്. ജെൽ ഇലക്ട്രോഫോറസിസിന് നമ്മൾ കൊടുക്കുന്നത് ഏജ് എന്ന ഷോർട്ട് ഫോം ആണ്. ഏജ് എന്ന് പറയുമ്പം അഗാറോസ് ജെൽ ഇലക്ട്രോഫോറസിസ്, അഗാറോസ് ജെൽ ഇലക്ട്രോഫോറസിസ്, അങ്ങനെ ഒരു ഷോർട്ട് ഫോമും കൂടെ കൊടുക്കാം. ഇതേപോലെ ഈ അഗാറോസ് ജെല്ലിന് പകരം പോളി എക്രിലാമൈഡ് ജെല്ല് വേണമെങ്കിൽ ഉപയോഗിക്കാം. അങ്ങനെ പോളി എക്രിലാമൈഡ് ജെല്ലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ അതിന് വേറൊരു ടേമാ കൊടുക്കുക, പോളി എക്രിലാമൈഡ് ജെൽ ഇലക്ട്രോഫോറസിസ്. അങ്ങനെയാണെങ്കിൽ അതിനെ പേജ് എന്നല്ലേ വിളിക്കുക. അപ്പോൾ ഏജും പേജും തമ്മിലുള്ള ഡിഫറൻസും കൂടെ അറിയണം. ഏജ് എന്ന് പറയുമ്പം അഗാറോസ് ജെൽ ഇലക്ട്രോഫോറസിസ് ആണ്, അതേസമയം പേജ് എന്ന് പറയുമ്പോഴോ പോളി എക്രിലാമൈഡ് ജെൽ ഇലക്ട്രോഫോറസിസ്. ഇവിടെ നമ്മൾ എന്ത് ഇലക്ട്രോഫോറസിസ് യൂസ് ചെയ്തത്? അഗാറോസ് ജെൽ അല്ലേ? അപ്പോൾ അഗാറോസ് ജെൽ ഇലക്ട്രോഫോറസിസ് ഏജ് എന്നല്ലേ അറിയപ്പെടുക? യെസ്. അപ്പോൾ സെപ്പറേഷൻ ആൻഡ് ഐസൊലേഷൻ നോക്കൂ. സെപ്പറേഷൻ ആൻഡ് ഐസൊലേഷൻ ഓഫ് DNA ഫ്രാഗ്മെന്റ്സിന് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ജെൽ ഇലക്ട്രോഫോറസിസ് ആണ്. റീകോംബിനന്റ് DNA ടെക്നോളജി അഥവാ ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ജെൽ ഇലക്ട്രോഫോറസിസ്. ഹോപ്പ് ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ ആണോ? ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ ലെറ്റ്സ് മൂവ് ടു ദ ഫൈനൽ ക്വസ്റ്റ്യൻ. നമുക്ക് എലൂഷൻ എന്ന് പറയുന്നത് എന്താ എന്നാണ് ചോദ്യം. എലൂഷൻ. അപ്പോൾ എലൂഷനെ കുറിച്ച് നമ്മൾ ഇപ്പം പറഞ്ഞത് ഓർമ്മയുണ്ടോ? എലൂഷൻ എന്ന് പറയുന്നത് കട്ട് ചെയ്ത് പുറത്തേക്ക് എടുക്കുന്നല്ലേ? യെസ്. അപ്പോൾ ഇതിലേതാ കറക്റ്റ്? സെപ്പറേറ്റിംഗ് ദ റെസ്ട്രിക്റ്റഡ് DNA ഫ്രാഗ്മെന്റ്സ് ഓൺ അഗാറോസ് ജെൽ ആണോ? സ്റ്റെയിനിങ് ദ സെപ്പറേറ്റഡ് DNA ഫ്രാഗ്മെന്റ്സ് വിത്ത് എത്തിഡിയം ബ്രോമൈഡ് ആണോ? അല്ല, ഇത് രണ്ടും അല്ല. അടുത്ത് നോക്ക്. കട്ടിംഗ് ഔട്ട് ദ സെപ്പറേറ്റഡ് ബാൻഡ് ഓഫ് DNA ഫ്രം ദ അഗാറോസ് ജെൽ ആൻഡ് എക്സ്ട്രാക്ടിങ് ഫ്രം ദ ജെൽ പീസ്. അതല്ലേ മക്കളെ കറക്റ്റ് ആൻസർ? അതല്ലേ കറക്റ്റ് ആൻസർ? സോ ദ റൈറ്റ് ആൻസർ ഗോസ് ടു നമ്പർ 3. എലൂഷൻ ഇസ് ദ ലാസ്റ്റ് സ്റ്റെപ്പ്. നമുക്കിഷ്ടപ്പെട്ട DNA ഐസൊലേറ്റ് ചെയ്ത DNA കട്ട് ചെയ്ത് പുറത്തേക്ക് എടുക്കുന്ന അഗാറോസ് ജെല്ലിൽ നിന്നും കട്ട് ചെയ്ത് പുറത്തേക്ക് എടുക്കുന്ന പ്രോസസ്സിനെയല്ലേ നമ്മൾ എന്ത് വിളിക്കുക? എലൂഷൻ. സോ ദാറ്റ്സ് ഓൾ ഫോർ ദ ടോപ്പിക്. ഹോപ്പ് ഈ ഒരു ഏരിയ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഈ ഒരു ഏരിയ എല്ലാം ഓക്കെ. ജെൽ ഇലക്ട്രോഫോറസിസ് എന്താ എന്നുള്ളതിനെ കുറിച്ച് ഇനി ഒരു ഡൗട്ടും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു, ബൈ.